വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഫലൂദ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരം സ്വീറ്റ് കേട്ടോ. ഞാനിവിടെ ചിയാ സീഡൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സേമിയ ഇതുപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ച ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സേമിയ ആയപ്പോൾ ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ട് പാലിലോട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കസ്റ്റാർഡ് ഒന്ന് മെൽട്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു തിക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാനിവിടെ പുളിയുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. പൈനാപ്പിൾ ഒന്ന് മധുരമൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടിട്ട്. പിന്നെ സെറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ റൂഹബ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിയാ സീഡ് കുറച്ചിട്ട് കൊടുത്തു, പൈനാപ്പിൾ ഇട്ട് കൊടുത്തു, കസ്റ്റാർഡിൻ്റെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ 2-3 ലെയറായിട്ട് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. പിന്നെ ചിയാ സീഡ് റൂഹബ്സ് വീണ്ടും ഒഴിച്ചു കൊടുത്തു. ഐസ്ക്രീമും അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ഉണ്ടെങ്കിൽ സംഗതി സെറ്റ്. കുറേ ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. തണുത്ത ശേഷം കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാവും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.